ആവേ മറിയ, പിതാവായ ദൈവത്തിനും കർത്താവായ ക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും എൻ്റെ കൃപാസനം പ്രസാദ പരമാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയാൻ വരുന്നു. ഞാനിവിടെ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ വർഷത്തിൽ. എൻ്റെ പേര് റിജോ ജോയ്. ഞാൻ ബോംബെയിലാണ് ജനിച്ചു വളർന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ന്യൂയോർക്കിലൊരു എഞ്ചിനീയറായിട്ട് IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ജോലി ഇന്നത്തെ എൻ്റെ സാക്ഷ്യം ഒരു ജോലിപരമായി ഫോക്കസ്ഡാണ്. ജോലിപരമായി പ്രയാസപ്പെടുന്നവരും ജോലിക്കായി ശ്രമിക്കുന്നവരും ജോലിപരമായ വർക്ക് വിസയ്ക്ക് ശ്രമിക്കുന്നവരും ഇവരെല്ലാവർക്കും ഫോക്കസ് ചെയ്താണ് എൻ്റെ ഈ സാക്ഷ്യമെന്ന്. ഞാൻ കൃപാസന മാതാവിനെ പറ്റി അറിയും. ഞാൻ എൻ്റെ രണ്ടാം സാക്ഷ്യം പറയുന്നു. ആദ്യത്തെ സാക്ഷ്യമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഞാനത് ചുരുക്കമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ 2021 ഫെബ്രുവരി മാസത്തിലാണ് എൻ്റെ കമ്പനി വേറൊരു വലിയൊരു കമ്പനി അത് അക്വയർ ചെയ്തു. ഞാൻ ആ കമ്പനിയിലെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മാനേജറാണ്. അപ്പോൾ എൻ്റെ മേളിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും CEOസും അവരവരെ സ്റ്റേക്ക് എടുത്തിട്ട് അവരവരെ വഴിക്ക് പോയി. എന്നാൽ ഞാൻ ആ കമ്പനി തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ ടീമുണ്ടായിരുന്നു. അപ്പം പുതിയതായി അക്വയർ ചെയ്ത കമ്പനി എൻ്റെ ടീമിനെ എൻ്റെ മേളിൽ മാനേജറായിട്ടും പിന്നെ അതിൻ്റെ മേളിൽ കുറേ പൊസിഷൻസ് വന്നു. നേരത്തെ ഞാനൊരു CIOനെ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ വേറെ പ്രോജക്റ്റ് ലീഡും പ്രോജക്റ്റ് മാനേജറും അസിസ്റ്റൻറ്റ് ഡയറക്ടറും പിന്നെ ഡയറക്ടർ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ പൊസിഷൻസ് ഉള്ള ആൾക്കാർ എന്നെ വന്നു. ഒരു വർഷത്തോളം ഇങ്ങനെ അവിടെ തന്നെ ജോലി ചെയ്തു. എന്നാൽ ഈ ഫെബ്രുവരി മാസം 2021 എനിക്ക് ജോലിയിലൊരു പ്രശ്നമുണ്ടായി. അവർ എനിക്ക് ഇൻകമ്പാറ്റബിൾ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് അല്ലെന്നുള്ള ഒരു കാരണത്താൽ അവരെല്ലാം കൂടി കൂട്ടിച്ചേർന്ന് എന്നെ വെളിയിറക്കുവാനുള്ള ഒരു എക്സിറ്റ് പ്ലാൻ ചെയ്തു. സാധാരണ നമ്മുടെ ജോലിയിൽ പൊളിറ്റിക്സ് നടക്കുന്നത്. കാരണം അവരെല്ലാവരുമായിട്ട് എനിക്ക് ശമ്പളം കൂടുതലാണ്, അവരെല്ലാവരുമായിട്ട് ഒരു പൊസിഷൻസ് നമ്പേഴ്സ് എല്ലാം എനിക്ക് കൂടുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒരു ഈഗോ എഫക്റ്റ് വരും. എന്നാൽ എൻ്റെ മേളിലിരിക്കുന്ന മാനേജേഴ്സ് പഴയ അറിയുന്നവരാരും ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു ഫ്രീഡം കിട്ടി എനിക്ക് വെളിയിറക്കുവാൻ. എന്തായാലും ഒരു മെയ് മാസം ആയപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് ജോലിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നു. എനിക്ക് വേറൊരു കമ്പനിയിൽ ജോലി കയറുവാൻ പ്രയാസം എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ ഓൾറെഡി എൻ്റെ ജോലിയിൽ നമുക്കൊരു ജോലിയുടെ ഒരു റേഞ്ച് ഉണ്ടല്ലോ സാലറിയുടെ. എനിക്കൊരു മാക്സിമം റേഞ്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കമ്പനിയും അത്ര റേഞ്ച് സാലറി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസത്തിലിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിൽ ഞാൻ ഈ കൃപാസന മാതാവിനെ പറ്റി അറിയുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ പറയുന്ന താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന ഒരു വിശ്വാസമില്ല. എൻ്റെ മെറിറ്റിൽ കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം മാതാവിൽ എനിക്ക് വിശ്വാസം, ദൈവത്തിൽ പണ്ടേ എനിക്ക് വിശ്വാസം. പക്ഷേ ആ വിശ്വാസമേ ഉള്ളായിരുന്നു. എന്നാൽ ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടും ഞാനൊന്നും ചെയ്യാൻ പോയില്ല. ഉടമ്പടിയൊന്നും അങ്ങനെ എടുക്കാനോ അറിഞ്ഞില്ല. അതങ്ങനെ തന്നെ എൻ്റെ വഴി തന്നെ എൻ്റെ ചിന്തകളിൽ തന്നെ ഞാൻ മുന്നേറുന്നു. എനിക്ക് വേറൊരു കമ്പനി കിട്ടാൻ ഒരു പ്രയാസമുണ്ടെന്ന് എനിക്കറിയായിരുന്നു. എന്നാൽ ഈ ഓഗസ്റ്റ് 21 വരെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. എന്നാൽ എൻ്റെ മനസ്സിലൊരു തോന്നൽ ദൈവം എനിക്ക് തന്നു, മാതാവ് എനിക്ക് തന്നു, ഞാൻ ഉടമ്പടി എടുത്തോളാം. എന്നാൽ ഈ ഉടമ്പടി എടുക്കാൻ തീരുമാനം എടുത്തതിൻ്റെക്കായിട്ട് കൂടുതൽ എൻ്റെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ എനിക്ക് പ്രയാസമുണ്ട്. എനിക്കറിയാം അച്ഛൻ ധ്യാനത്തിൽ പറയുന്നുണ്ട് ന്യൂയോർക്കിൽ ഓൾറെഡി എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എൻ്റെ പേഴ്സണൽ ട്രാജഡിയും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇവിടെ വന്ന് അടി പേടിക്കേണ്ട ആവശ്യം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഇതോടെ എടുത്ത് എനിക്ക് അനുഗ്രഹം കിട്ടിയാലും പണിയും കിട്ടുമെന്ന് എനിക്കൊരു ചിന്ത ഉണ്ടായതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുള്ള ഒത്തിരി വിത്തിൻ മൈ ഹാർട്ട് എനിക്കൊത്തിരി ഒരു കോൺഫിഡൻസ് വന്ന് എടുക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ചില സാക്രിഫൈസുകൾ എനിക്ക് ചെയ്യേണ്ടി വരും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തീരുമാനം എടുത്തത് ഞാൻ എൻ്റെ സാധാരണ കിടക്കുന്ന ബെഡ്റൂമിൽ കിടന്നാൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ ന്യൂയോർക്കിൽ, എൻ്റെ പേരൻസ് ബോംബെയിലാണ്. അപ്പോൾ എന്നെ വിളിച്ചെണ്ണിപ്പിക്കാനോ അല്ലെ അലാറം കെട്ടുമെന്ന് ഞാൻ എണ്ണിക്കുന്നില്ല എനിക്കറിയാം. അപ്പോൾ അതിന് ഫോക്കസ് ചെയ്താലേ എനിക്ക് ഉടമ്പടി നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. കാരണം അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് 5:30 6:30 ഇടയ്ക്കാണ് നമുക്ക് ആ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അതിന് മുറത്ത് പോയാൽ നമ്മൾ പുറത്തായെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എന്തായാലും ഞാൻ തീരുമാനമെടുത്തു. ഞാൻ ബെഡ്റൂമിൽ കിടക്കത്തില്ല. ഞാൻ ഹോൾ റൂമിൽ ഓൾട്ടർ ഇരിക്കുന്നിടത്ത് ഞാൻ പായ വിരിച്ച് കിടക്കാൻ തുടങ്ങി. അപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്, ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൂടെ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ വരാൻ സാധ്യതയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുക്കുക, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് എടുക്കുകയും ഞാൻ പറഞ്ഞ പ്രാർത്ഥനകളെല്ലാം അതുപോലെ എല്ലാ ദിവസവും ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈ പായലാണ് അതിശയമായിട്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചില്ല. ഞാൻ ഇന്ന് വരെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞില്ല, എന്നെ എണ്ണിപ്പിക്കാൻ പറഞ്ഞില്ല ആരും. എന്നെ മാതാവ് എങ്ങനെയോ എന്നെ എണ്ണിപ്പിക്കും. ഞാൻ കറക്റ്റ് 5:10 എണ്ണിക്കും, 5:30 എൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യും. അങ്ങനെ പായ കിടന്ന് ഞാൻ ഈ ഒരു വർഷമായി ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം പോലും മുടങ്ങാതെ എനിക്ക് പ്രാർത്ഥന ചെയ്യാൻ സാധിച്ചു. എങ്ങനെ ഞാൻ ഈ 5:30 എണ്ണിച്ചെന്ന് എനിക്ക് അതിശയമാണ്. അങ്ങനെ ഇതെല്ലാം ചെയ്തതിൻ്റെ അടിസ്ഥാനമാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. എനിക്ക് കഴിഞ്ഞ ആദ്യത്തെ സാക്ഷ്യത്തിൽ എനിക്ക് പുതിയൊരു ജോലി
നഷ്ടപ്പെട്ടതിനായിട്ട് വലിയൊരു ശമ്പളത്തിൽ എൻ്റെ മെറിറ്റ് ഫെയിൽ ആവുമായിരുന്നു. ഈ വർഷത്തെ എൻ്റെ എല്ലാ സ്ഥലത്തും എൻ്റെ മെറിറ്റ് ഫെയിൽ ആവുമായിരുന്നു. അതേ സ്ഥലത്ത് എൻ്റെ മാതാവ് എനിക്ക് ഉയർച്ച ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ഉയർച്ച എനിക്ക് തരുമായിരുന്നു. കാരണം ഈ പുതിയ ജോലി കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന അപ്പുറമായ ശമ്പളവും അതുമല്ലാഞ്ഞിട്ട് വലിയൊരു $1 ബില്യൺ കമ്പനി, അവിടുത്തെ എല്ലാ സെലിബ്രിറ്റീസും അവിടെ പാട്ട് പാടുന്നവരും വലിയ അറിയപ്പെടുന്ന പാട്ടുകാരും അവരെല്ലാവർക്കും ഏതെങ്കിലും സ്റ്റേജിൽ പോയി പെർഫോമൻസ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവർക്ക് ലൈസൻസ് കൊടുക്കുന്നത് എൻ്റെ കമ്പനിയാണ്. അവർക്ക് റോയൽറ്റീസ് കൊടുക്കുന്നതും എൻ്റെ കമ്പനി. അപ്പോൾ അവനൊരു $1 ബില്യൺ കമ്പനി, വലിയൊരു കമ്പനിയാണ്. ആ കമ്പനിക്കകത്ത് അവരുടെ സീനിയർ മാനേജർ മാത്രമേ അവരുടെ കമ്പനി പേറോളിൽ വർക്ക് ചെയ്യുള്ളൂ. ബാക്കി എല്ലാം IT പരമായ ആൾക്കാരും അല്ലെങ്കിൽ വേറെ എല്ലാ ജോലികളും തേർഡ് പാർട്ടി ഒരു കോൺട്രാക്റ്റാണ്. അതായത് എനിക്ക് നല്ലൊരു ശമ്പളം കിട്ടിയാലും ഞാനൊരു കോൺട്രാക്റ്റാണ് ആ കമ്പനിയിൽ, അവർക്ക് കമ്പനിയുടെ പേറോളല്ല. അങ്ങനെ ഞാനിവിടെ 1-ാം തീയതി എനിക്കൊരു മനസ്സിലൊരു ആഗ്രഹം തോന്നി. ഡിസംബറിൽ ഞാൻ ഈ വർഷം സാധാരണ 1-ാം തീയതി ന്യൂയോർക്കിൽ 1-ാം തീയതി നമ്മൾ സാധാരണ ജാനുവരി 1 നമ്മൾ പാർട്ടിക്കായിട്ടൊക്കെ ഫാമിലി ഗെറ്റ് ടുഗദറായിട്ട് പോകും. ഈ വർഷം കഴിഞ്ഞ വർഷം തീരുമാനിച്ചു ഡിസംബറിൽ 1-ാം തീയതി എനിക്ക് ഈ കൃപാസനത്തിൽ മാതാവ് തുടങ്ങും. എൻ്റെ ഈ വർഷം ഞാൻ കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ തുടങ്ങണമെന്ന് ആഗ്രഹമാണ്. അങ്ങനെ എനിക്ക് ആ ഒരു റിസ്ക് എടുത്ത് ഞാനിവിടെ വന്നിട്ട് ഫ്ലൈറ്റ് ലേറ്റ് ആയാലും പക്ഷേ ഞാൻ 1-ാം തീയതി വൈകിട്ട് ഇവിടെ എത്തി. അപ്പോഴത്തേക്ക് അടഞ്ഞിരുന്നു. എന്നാലും വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് പിറ്റേ ദിവസം വന്ന് ഞാനിവിടെ ഉടമ്പടി എടുക്കുകയും ട്രഡീഷണൽ ഉടമ്പടി എടുക്കുകയും ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയും ചെയ്തു. അപ്പം സാക്ഷ്യം എൻ്റെ സാക്ഷ്യമായിരുന്നു. എൻ്റെ ജോലി എൻ്റെ നിയോഗം സാധിച്ചു കിട്ടി. എന്നാൽ ആ ബ്ലാങ്ക് ആയിരുന്ന എൻ്റെ നിയോഗത്തിൽ ഞാൻ പിന്നെ എന്താ എഴുതിയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലിയിൽ എനിക്ക് സ്ഥിരതയും പ്രൊമോഷനും അങ്ങനെ ഞാൻ എഴുതിയത്. കാരണം അത് ബ്ലാങ്ക് ആയതുകൊണ്ട്. അപ്പം ഞാൻ അത്ര ആഗ്രഹിച്ചുള്ളൂ, ഈ കമ്പനിയിൽ എനിക്ക് അകത്തെടുക്കുമായിരിക്കും നല്ലതായിരിക്കും എന്നുള്ള ഒരു ആഗ്രഹമുള്ളൂ. പക്ഷേ ഇപ്പം സാക്ഷ്യം പറയുന്നത് ഇത്രത്തോളം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കമ്പനിയിൽ എനിക്ക് ഈ എല്ലാം കൂടെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പ്ലാൻ ചെയ്താണ് വെളിയിറക്കിയത്. അതായത് ഈ കമ്പനിയിൽ എൻ്റെ സാക്ഷ്യം ഈ കമ്പനി എന്നെ അവരകത്തെടുക്കുക. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. മാർച്ച് മാസത്തിലൊക്കെയാണ് ഈ ജാനുവരി മാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്തു. മാർച്ച് മാസത്തിൽ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ ജോലിയിൽ തന്നെ എനിക്ക് അനുഗ്രഹം ഉണ്ടായ സമയത്ത്, അതായത് കുറേ മാസങ്ങളായിട്ട് ഈ കമ്പനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് അവരുടെ യൂസേഴ്സ് പിന്നെ അവരെ കുറേ മൈക്രോസോഫ്റ്റ് അങ്ങനെ പല വലിയ കമ്പനിയിൽ സ്കിൽഡ് എഞ്ചിനീയേഴ്സ് അവരെല്ലാം കൂടെ വർക്ക് ചെയ്തിട്ട് 5-6 മാസം ഒരു ചെറിയ കാര്യമാണ്. അത് എൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നല്ല, ഒരു ചെറിയ കാര്യം. അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഈ കാര്യം എൻ്റെ അടുത്ത് വരും, ഞാനും അത് തള്ളിക്കളഞ്ഞു. എന്തിനാണ് ഞാൻ അനാവശ്യമായിട്ട് കയ്യിലെടുക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം ഞാൻ സോൾവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യം എൻ്റെ മുന്നേ വന്നു. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ എന്തോ ഒരു മനസ്സിൽ തോന്നുന്നു. ഇത് എൻ്റെ മാനേജറോട് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ഈ കാര്യം കൊണ്ടായിരിക്കാം എന്നൊന്ന് തോന്നലൊന്ന് അത് അവരോട് പറയും. 5-6 മാസം കൊണ്ട് പ്രശ്നം സോൾവ് ആവാത്ത കാര്യം ആ ഒരു ദിവസം കൊണ്ട് എല്ലാ ആൾക്കാർക്കും അത് സോൾവായി. അതെനിക്കറിയും, അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സംഭവിച്ചെന്ന് എനിക്ക്. അതുകൊണ്ട് അതെൻ്റെ മെറിറ്റിലുള്ള കാര്യമല്ല, ഞാൻ പഠിച്ച കാര്യമല്ല. IT-ലാണ്, പക്ഷേ ഞാൻ പഠിച്ച കാര്യമല്ല. അത് മാതാവ് ഇടപെട്ട് ആ കമ്പനിയിൽ എല്ലാവർക്കും ആ ഒരു സൊല്യൂഷൻ. അതുപോലെ തന്നെ എൻ്റെ CTOയും എൻ്റെ കമ്പനി എല്ലാവരും എനിക്ക് ഒത്തിരി അങ്ങനെ എല്ലാവരും എന്നെ അറിയാൻ തുടങ്ങി കമ്പനിയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയാലും എനിക്ക് പരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അപ്പം നമുക്ക് എല്ലാവരും അറിയാൻ തുടങ്ങും. അതേ സമയത്ത് എനിക്കൊരു പരീക്ഷണം കൂടി ഉണ്ടായി. അതായത് ഒരിക്കലും 10-15 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഒരു ബ്ലണ്ടറാണ് സംഭവിച്ചത്. അതായത് ഞാൻ അറിയാതെ തന്നെ ഒരു ബട്ടൺ നമുക്ക്, കാരണം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കമ്പനിയിലെ ഒരു ഹാർട്ടാണ്. അപ്പോൾ അത് ഒരു ബട്ടൺ, ആ കമ്പനി മൊത്തം ഡൗൺ ആയി. ആ ഫുൾ കമ്പനി അവർക്ക് എന്തുമാത്രം ലക്ഷങ്ങൾ നഷ്ടപ്പെടാവുന്ന ഒരു കമ്പനിയുടെ എൻ്റെ ഒരു തെറ്റുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മാതാവ് ഇവിടെ നമുക്ക് ലൈറ്റ് ക്യാൻഡിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ മാതാവേ, ഞാൻ 100 മെഴുകുതി കത്തിച്ചോളാം, എന്നെ ഇന്ന് രക്ഷിക്കണം. കാരണം ഇത് എല്ലാവരും അറിഞ്ഞാൽ ഇത് വലിയൊരു നാണക്കേടുള്ള കാര്യമാണ്. കാരണം എന്നെപ്പോലെ ഓൾറെഡി എനിക്ക് ഇത്രയും പേര് മാതാവ് എനിക്കിപ്പോൾ കമ്പനിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന അപ്പുറം ഉണ്ടാക്കി തന്നു. ഇനി ഇതും കൂടെ ആകുമ്പം കുറച്ചുകൂടി നാണക്കേടാണല്ലോ എന്നുള്ള ചിന്തയിൽ. പക്ഷേ അപ്പം ഞാൻ തന്നെ അതെല്ലാം സൊല്യൂഷൻ ചെയ്തു, എല്ലാം കാര്യങ്ങളും സോൾവ് ചെയ്തു. എന്നാൽ എൻ്റെ കമ്പനി വേറെ വെളിയിൽ നിന്ന് കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വെണ്ടറിനോട് പറഞ്ഞ് ഇത് അന്വേഷിക്കാൻ പറഞ്ഞു, എന്താ സംഭവിച്ചത്. എനിക്കറിയാം ഇത് ചെറിയൊരു കാര്യമാണ്. ഏത് നല്ല സ്കിൽഡ് എഞ്ചിനീയറും ഒന്ന് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ ഒരു എഞ്ചിനീയർ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഇത് താഴെ പോയതും ആ കാരണത്താണ് ഇതെല്ലാം സംഭവിച്ചത്. വലിയ സ്കില്ലൊന്നും വേണ്ടതറിയാം. എന്നാലും എനിക്കറിയാം ഇത് നഷ്ടപ്പെട്ടു, ജോലി പോയെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ മാതാവ് പറഞ്ഞു, മാതാവ് ഇവിടെ വരുമ്പോൾ ഞാൻ 100 മെഴുകുതി കത്തിച്ചോളാം എന്ന് മാത്രം മനസ്സ് പറഞ്ഞു ഞാൻ വിട്ടു. അത് അതിശയമായിട്ട് 3-4 ഒരാഴ്ച കൊണ്ട് എല്ലാവരും കിടന്ന് അന്വേഷിക്കുക. ഞാൻ എപ്പം ക്ലിക്ക് എനിക്കറിയാം എൻ്റെ പേര് അവിടെ ഹൈലൈറ്റ് ആവുന്നുണ്ട്. ഇത് ഞാനത് ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഈ കമ്പനി ഡൗൺ ആയത് ന്യൂയോർക്ക് ഓഫീസിൽ. അപ്പോൾ എല്ലാവരും നോക്കിയിട്ടും അത് അവരത് കേസ് ക്ലോസ് ചെയ്തു. ഒന്നും സംഭവിച്ചില്ല, കേസ് ക്ലോസ് ചെയ്തു. എനിക്കറിയാം ഇത്
എൻ്റെ കാട്ടി നല്ല സ്കിൽഡ് എഞ്ചിനീയർ അവരുണ്ട്. അവരൊക്കെ അന്വേഷിച്ച് ആറാംസെ കിട്ടാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്ക് ജോലിക്ക് ഒരു പ്രശ്നമില്ല. അതിനോട് ഞാൻ അമ്മയോട് ഇവിടെ നന്ദി പറയുന്നു. എനിക്കറിയാം മാതാവിൻ്റെ പൂർണ്ണ ഇടപെടലുകൊണ്ട് കാരണം മാത്രമാണ് അത് സംഭവിച്ചത്. എന്നാൽ ഞാൻ പറയാൻ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ കമ്പനിയിൽ ഇത്രയും വലിയ പൊസിഷൻസുള്ള ആൾക്കാർ ചേർന്ന് എന്നെ വെളിയിറക്കിയപ്പോൾ ഈ ഓഗസ്റ്റ് മാസം, അപ്പോൾ മാർച്ച് മാസത്തിൽ എനിക്കൊരു സൂചന കിട്ടി, അവർക്ക് എന്നെ കമ്പനിക്ക് അകത്തെടുക്കണം എന്നുള്ളൊരു സൂചന കിട്ടി. ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് ലീഡായിട്ടോ അങ്ങനെ ഒരു പൊസിഷൻ അത് ഞാൻ ഊഹിച്ചുള്ളൂ. പക്ഷേ അത് സൂചന കിട്ടി. പക്ഷേ അത് കഴിഞ്ഞിട്ടൊന്നും അറിയാനോ ഞാൻ ചോദിക്കാനും പോയില്ല. കാരണം എനിക്കറിയാം ഈ നടക്കുന്നൊന്നും എൻ്റെ മെറിറ്റിലുള്ള, ഇത് അതിൻ്റെ ഔട്ട്സൈഡാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താണ് അവരോട് എന്തുവായി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇരിക്കുമ്പോഴാണ് ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ അമ്മയോട് സംസാരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു 8 നോയമ്പ് തുടങ്ങുന്നു ഞാൻ. അപ്പോൾ ഒരു ദിവസം ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി ഞാൻ 8 നോയമ്പ് ഒരിക്കലും നോക്കിയിട്ടില്ലല്ലോ, അതിനെന്താ ഇപ്പോൾ എടുക്കാതെ? പക്ഷേ ഒരു ദിവസം കഴിഞ്ഞില്ല, അതിനെന്താ എടുക്കാതെ? അപ്പോൾ ഞാനത് തുടങ്ങി. അത് തുടങ്ങിയത് എനിക്കറിയാം. പക്ഷേ 7-ാം തീയതി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഉടമ്പടി 8 നോയമ്പിന്. ഞാൻ അടയാളമായിട്ടൊന്നും മാതാവിനോട് ചോദിച്ചില്ല. പക്ഷേ 7-ാം തീയതി എനിക്ക് കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. എനിക്ക് അകത്തെടുക്കുന്ന മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഓഫർ ലെറ്ററിൽ വന്നേക്കുന്നത് എന്നെ അവർ കമ്പനിയിൽ പ്രോജക്റ്റ് ലീഡായിട്ടോ അല്ലെങ്കിൽ പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ടല്ല, ഞാൻ ആ കമ്പനിയിലെ ഡയറക്ടറായിട്ട് എന്നെ പൊസിഷൻ അവരെടുത്തു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഉടമ്പടി ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ ആ കമ്പനിയിൽ ഇത്രയും വലിയൊരു $1 ബില്യൺ കമ്പനിയിലെ IT ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഡയറക്ടറായിട്ട് അവരെന്നെ അപ്പോയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു മിറാക്കിൾ തന്നെ. അതെനിക്കറിയാം എൻ്റെ മെറിറ്റിൽ ഔട്ട്സൈഡ്. അതുകൊണ്ട് എൻ്റെ മെറിറ്റ് എല്ലാം ഫെയിലായിരിക്കുകയാണ് ഈ കാര്യത്തിൽ. അതുപോലെ തന്നെ ഞാൻ 7-ാം തീയതി ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്തു. അവിടെ വെച്ച് നിന്നിട്ടില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കമ്പനി വന്നു. അപ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞു, ഞാനൊരു ശമ്പളം പറഞ്ഞിരുന്നു, ആ ശമ്പളം അവർക്ക് അത്രയും പറ്റത്തില്ല, അതിൽ ചെറിയൊരു എമൗണ്ട് കുറഞ്ഞാണ് എനിക്ക് ശമ്പളം, ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എൻ്റെ മാനേജർ ഇങ്ങോട്ട് വന്ന് പറയുവാണ്, നിൻ്റെ CTO കമ്പനിയിൽ എന്തുമാത്രം നിനക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഇതെല്ലാ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, ഈ ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങളുടെ കമ്പനിയിൽ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ജോലിയാണ് ഒരു പെർമിഷൻ കിട്ടിയത്. ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക്. ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് കമ്പനി വരികയും എനിക്കറിയാം ഞാൻ ഇവിടുന്ന് ഉടമ്പടി വസ്തു കിട്ടിയിട്ടുണ്ട്. ഞാൻ തൈലം ഉടമ്പടി തൈലം പല കാരണങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഉടമ്പടി ഉപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ഓഫീസിൽ പോയി ഈ ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ ആരുമില്ലാത്ത സമയത്ത് എൻ്റെ കമ്പനിയിലെ മെയിൻ ഡോറിലും അതുപോലെ എൻ്റെ CTOയുടെ ഡോറിലാണ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടതെന്ന്. അത്രയും ചിന്തിച്ച് പിന്നെ ഞാൻ അതിനെപ്പറ്റൊന്നും ചിന്തിക്കാൻ പോയില്ല. ഞാൻ എൻ്റെ മാനേജർ പറയുന്നത്, എനിക്ക് വേണ്ടി ഇത്രയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എൻ്റെ ശമ്പളത്തിന് ഇത്രയും അവർ എനിക്ക് വേണ്ടി, അതിനായിട്ട് എനിക്കുള്ള സ്കില്ലൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ CTO ആണ് ഇത്രയും പുഷ് ചെയ്ത് എനിക്ക് ഈ ശമ്പളം തരികയും എല്ലാം ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് ശമ്പളം പറഞ്ഞാൽ ഇച്ചിരി കുറവായിരുന്നെങ്കിലും എൻ്റെ മാനേജർ പിറ്റേ ദിവസം വന്ന് ചോദിച്ചു, നീ ആ പേപ്പർ സൈൻ ചെയ്തോ? ഞാൻ പറഞ്ഞു, ഓഫർ ലെറ്റർ സൈൻ ചെയ്തു. എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ ഒന്നുകൂടെ HR നാളെ നീ HR മീറ്റ് ചെയ്യില്ല, നീ ഒരു പറ ഇങ്ങനെ പറയണ്ട, എനിക്ക് ഇഷ്ടമുള്ള അല്ല ശമ്പളം കുറഞ്ഞു വന്ന് പറയണ്ട. എത്ര പറഞ്ഞു, ഒരു സെക്കൻഡ് തോട്ടാന്ന് പറയണ്ട, എനിക്ക് പറഞ്ഞ ശമ്പളം കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു, ബാക്കി ഞാൻ നോക്കിക്കോളാം പറഞ്ഞു. അതുവരെ അപ്പം ഞാൻ പറഞ്ഞതിലും കാട്ടി കൂടുതൽ ശമ്പളം തരും. അതുപോലെ തന്നെ എനിക്ക് വേറൊരു അടുത്ത 3 മാസം കഴിയുമ്പോൾ എൻ്റെ കമ്പനിയിൽ ടേൺ ഓവർ ചെയ്യുന്ന ഒരു സമയത്ത് അവർ പറഞ്ഞു, അടുത്ത 5% ഞാൻ ശമ്പളം കൂട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞുള്ള കാര്യം വെച്ചാണ് അവർ ക്ലോസ് ചെയ്തേക്കുന്നത്. ഇതെല്ലാത്തിനും ഞാൻ എൻ്റെ മാതാവിനോടും ഈശോനോടും ഞാനിവിടെ നന്ദി പറയുന്നു. അതുപോലെ ഞാനിവിടെ വരാൻ ഈ പ്രാവശ്യം ഇപ്പോൾ എൻ്റെ ഒരു വർഷത്തിൻ്റെ ഉടമ്പടി ഇതുവരെ സമയം കാലം തീരുന്നില്ല. പക്ഷേ എനിക്ക് മെയിനായിട്ട് എനിക്ക് മനസ്സിലാഗ്രഹം, എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്നൊരാഗ്രഹം ഒത്തിരി ഉണ്ടായിരുന്നു. അതെങ്ങനെ അതെല്ലാം റിസ്ക് എടുത്താലും എനിക്കിവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയും കൊണ്ടാണ് വന്നത്. അപ്പോൾ അമ്മയ്ക്ക് രോഗപരമായ ഇച്ചിരി പ്രശ്നം ഉണ്ടായാലും അപ്പം നടക്കാനൊക്കെ പ്രയാസമാണ്. എന്നാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കാൻ തുടങ്ങി. എന്നാൽ എനിക്കിതിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ 75% ഞാൻ നടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മമ്മിയുടെ കാലിലെ ചെരുപ്പ് പൊട്ടിപ്പോയി. ഒത്തിരി തെള്ളുണ്ടായിരുന്നു, ചെരുപ്പ് പൊട്ടിപ്പോയി. മമ്മിക്ക് ഷുഗർ ഉണ്ടാകും. കാരണം എന്തെങ്കിലും കാലിൽ പൊട്ടു എന്തെങ്കിലും വന്നാൽ അതെനിക്ക് ഒരു പേടിയായി. കാരണം ഇനി എനിക്ക് ഇതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നത്, എന്നിട്ട് എനിക്ക് എൻ്റെ റാലി പൂർത്തിയാക്കാനാകില്ലെന്നോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ ഇത്രയും അവിടെ ചെരുപ്പിൻ്റെ കടയും കാര്യങ്ങളൊന്നുമില്ല. അമ്മയോട് ചോദിച്ചു, ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അമ്മയെ വിട്ട് എനിക്ക് മുന്നോട്ട് പോകാനും ഒക്കത്തില്ല. അങ്ങനെ ഒരു പരീക്ഷണമായിരുന്നു എന്താ ചെയ്യണം. അപ്പം എന്നാലും ഞങ്ങൾ റോസറി ചെയ്ത് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറേ പോയപ്പോൾ അടുത്ത് കുറച്ച് എത്തിയപ്പോഴത്തെ ഒരു ചെരുപ്പിൻ്റെ കട കണ്ടു. അപ്പോൾ ഞാൻ അമ്മയോട് അമ്മ നമുക്ക് ചെരുപ്പ് മേടിക്കുന്നത്, അമ്മ ഇത്രത്തോളം ആയില്ല, ഇനി ചെരുപ്പ് മേടിക്കേണ്ട, നമ്മൾ അങ്ങനെ പോകാം. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ വെച്ച് തീർക്കുന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ച് പള്ളിയിൽ എത്തുകയും അതുപോലെ തന്നെ തിരിച്ച് ഞങ്ങൾക്ക് ചെരുപ്പിൻ്റെ കടയിലോട്ട് വരും. ഇനി 25% അത്രയും പുറമോട്ട് നടക്കുവാൻ മാതാവ് അമ്മയെ സഹായിച്ച് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. എനിക്ക് റാലി പങ്കെടുക്കാൻ സാധിച്ചതിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. രണ്ടാം സാക്ഷ്യം പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത്, ഇത് നിയോഗത്തിൽ വെച്ചുള്ള കാര്യമല്ല. നിയോഗത്തിൽ വെച്ചുള്ള കാര്യമല്ല. എൻ്റെ വീട്ടിൽ ഞാനൊരു 3 നില വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു പാകിസ്ഥാനി ഫാമിലിയും ഫസ്റ്റ് ഫ്ലോറിൽ ഞാനാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഗ്രൗണ്ട് ബേസ്മെൻറ്റിൽ ഞങ്ങൾക്ക് ഒത്തിരി പുരാതന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഓണർ.
അവിടെ ഞങ്ങൾക്ക് ഒത്തിരി എലി ശല്യമാണ്. ഇത് ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമല്ല, പക്ഷേ എനിക്ക് ഒത്തിരി വിഷമവും ഒത്തിരി പ്രശ്നങ്ങൾ തരുന്നൊരു കാര്യമാണ്. കാരണം എല്ലാ ദിവസവും എനിക്ക് രാവിലെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ എലികളെ പിടിക്കാനൊക്കത്തില്ല. കാരണം ഒരു പ്രത്യേക ടൈപ്പ് എലിയാണ്. ഞങ്ങൾ മെഷീൻ വെച്ച് നോക്കി, ആ എലി പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കി. അത് എലികൾ കൂടി വരുന്നതേ ഉള്ളൂ, പക്ഷേ ഒരിക്കലും അതിനെ പിടിക്കാൻ സാധില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 5 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പോൾ ഞങ്ങൾ വെളിയിൽ പോകുമ്പോൾ ഈ എലികൾ ഞങ്ങളുടെ സോഫയിലും ബെഡിലെല്ലാം വന്നിട്ട് അപ്പിയിട്ടിട്ട് അങ്ങ് പോകും. എനിക്ക് പിന്നെ അതൊരു ഭയങ്കര വിഷമമുള്ള കാര്യം. അപ്പോൾ അതെപ്പോഴും കഴുകണം. എനിക്ക് അവിടെ നിന്ന് ആ വീട് മാറിപ്പോകാനൊക്കത്തില്ല, കാരണം എനിക്ക് വിസ പ്രോസസ്സ് നടക്കും. അപ്പോൾ ആ അഡ്രസ്സ് മാറ്റാനൊക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ സ്റ്റക്കായിരിക്കുന്നത്. ഒരു ദിവസം എനിക്ക് ഒത്തിരി വിഷമമായപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു പോയി. പിന്നെ ഞാൻ ഉടമ്പടി ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ 2-3 ദിവസം ഞാൻ നോക്കി, ഒരു മാറ്റവും ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലൊക്കെ തരും. പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ വിട്ട് കളഞ്ഞു. പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴെനിക്ക് ഞാൻ നോക്കിയപ്പം എലികളെ ഒന്നും കാണാനില്ല. അപ്പം ഞാൻ എൻ്റെ അനിയനുണ്ടായിരുന്നു, പറഞ്ഞു ശരിയാണല്ലോ, നമ്മൾ എലികളൊന്നും എത്രമാത്രം ഒരു എലി പോലും കാണാനില്ലല്ലോ, എന്ത് പറ്റിയെന്നല്ല, നമ്മളൊന്നും ചെയ്തിട്ടുമില്ലല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ താഴെ താമസിക്കുന്ന പാകിസ്ഥാനി ഫാമിലി അവിടുത്തെ സ്ത്രീയെ ഞാൻ വിളിച്ച് ചോദിച്ചു. അവർക്കാണ് ഞങ്ങളുടെതായിട്ട് കൂടുതൽ എലി പ്രശ്നം, കാരണം അവരാണല്ലോ കുറച്ചുകൂടി ബേസ്മെൻറ്റായിട്ട് അടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ ശരിയാണല്ലോ, ഞങ്ങൾക്കും ഒരു മാസമായിട്ട് ഒരു എലിയും കാണുന്നില്ല. ഞാൻ ഓണർ ഞങ്ങളുടെ ബേസ്മെൻറ്റ് അതുപോലെ വിട്ടേക്കുവാണ്, ഒരു കാര്യം മാറ്റം പറ്റും. ഞാൻ അപ്പുറത്ത് വിളിച്ച് ചോദിച്ചു, ഇപ്പുറത്ത് വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ ശല്യമാണ്, ഇപ്പോഴും ശല്യമാണ്. പക്ഷേ ഞങ്ങൾ 2 പേർക്കും ഒരു എലിയെ കൊണ്ടില്ല, ഒരു എലി പോലും ഞങ്ങളുടെ വീട്ടിൽ പോയില്ല. ഞാൻ അവിടെ നിന്ന് മാറി എനിക്ക് മാതാവ് എനിക്ക് നല്ലൊരു വീട് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. ഞാൻ പുതിയൊരു വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് സാധിച്ചിട്ട് എന്നെ ഉയർത്തിയതിന് മാതാവിനെ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ആയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതിന് മുമ്പ് എനിക്കൊരു സാക്ഷ്യം കൂടെ പറയാനൊരു അതെന്നെ അടുത്ത സാക്ഷ്യത്തിൽ പറയാനായിരിക്കും. പക്ഷേ അതിലൊരു ചെറിയ ഒരു കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചത്, എനിക്ക് കോവിഡിൻ്റെ മുമ്പ് എനിക്ക് കുറച്ച് പേഴ്സണൽ ട്രാജഡി കാരണം കുറേ കോടതിയും ലോയർ പരമായ കുറേ ഫീസുകൾ കാരണം ഒരു $2.5 ലക്ഷം എനിക്ക് ചിലവായിട്ടുണ്ട്. അത്രയും കടമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു 2.5-3 കോടിയോടെ എനിക്ക് കടമുണ്ട്. അപ്പോൾ ഈ കടങ്ങൾ ഞാൻ വീട്ടിൽ, അപ്പോൾ എൻ്റെ ശമ്പളത്തിനെല്ലാം അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ജോലി നഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് ഇതെല്ലാം കൂടെ പൈലപ്പായിട്ട് പല സ്ഥാപനങ്ങളിൽ നിന്നാണ് എനിക്ക് ഈ കടം എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു കടം വീട്ട് മറ്റേ കടം എടുത്ത് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. അത് പക്ഷേ കടങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ജോലി പോയ സമയത്ത് ഒരു സ്ഥാപനത്തിൽ എനിക്കൊരു ലെറ്റർ വന്നു. അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പ് ഇത്ര എമൗണ്ട് നിറച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അങ്ങനെ അവിടെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ആദ്യം ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഈ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ റെക്കോർഡിൽ വരും. അതെനിക്കറിയാം, എനിക്ക് ജോലിക്ക് പോകാനൊക്കത്തില്ല, എൻ്റെ റെക്കോർഡിൽ വരും, ജോലിയിൽ നിന്ന് എടുത്ത് മാറ്റും. അങ്ങനെ കുറേ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് വേറൊരു മാർഗ്ഗമില്ല, കാരണം എല്ലാവർക്കും അത്രയും ശമ്പളം ഇല്ലാത്ത, അങ്ങനെ സഹായിക്കാൻ അത്രയും വലിയ എമൗണ്ട് ആർക്കും എന്നെ സഹായിക്കാൻ അല്ല. ഞാൻ അറിയുന്ന എല്ലാ ബാങ്കുകളും, അതായത് എനിക്ക് നല്ല ശമ്പളവും കാര്യമുള്ള സമയത്ത് എല്ലാ ബാങ്കിലും ഇങ്ങോട്ട് വരുമെന്ന് ലോൺ. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് അന്വേഷിച്ച് ഒരു ബാങ്ക് പോലും എനിക്ക് ലോൺ തരാൻ തയ്യാറല്ല, കാരണം അതുപോലെ ബാധ്യതകളുണ്ടായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന രാവിലെ ചെയ്യുമ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഫോൺ ഉപയോഗിക്കില്ലെന്ന്. എത്ര ഇമ്പോർട്ടൻ്റ് എന്നാൽ ഞാൻ ഫോൺ മാറ്റി വെച്ചത്. പക്ഷേ എങ്ങനെയോ കോഇൻസിഡൻ്റലി ഞാനൊരു ദിവസം ഈ ഡിസംബർ 13-ാം തീയതി എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. ഞാൻ ആ ഫോൺ നോക്കാറില്ല. എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു. ഞാനെല്ലാം പറഞ്ഞില്ല, എൻ്റെ മെറിറ്റിലൂടെ ഞാൻ എല്ലാ ബാങ്കുകാരെ വിളിച്ചു. ഒരു ബാങ്കും എനിക്ക് ലോൺ തന്നിട്ടില്ല. ഒരു ചെറിയൊരു സഹായം മാത്രമല്ല, എൻ്റെ കടങ്ങൾ വീട്ടത്തില്ല, പക്ഷേ ഒരു ചെറിയ സഹായം, ഒരു എമൗണ്ട് കിട്ടിയാൽ എനിക്ക് ഒന്ന് പിടിച്ച് നിൽക്കാം. ആ സമയത്ത് എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വരികയും അതിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രീ അപ്രൂവൽ, ബാങ്കിന് ഒരു പ്രീ അപ്രൂവൽ ലിങ്ക് ആയിരുന്നു. ഞാൻ സാധാരണ ലിങ്ക് ക്ലിക്ക് ചെയ്യാറില്ല, കാരണം നമ്മുടെ ഈ ഹാക്കിങ്ങും കാര്യങ്ങളും അങ്ങനെ ക്ലിക്കില്ല. പക്ഷേ അന്ന് ഞാൻ അതൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് ക്ലിക്ക് ചെയ്തു. അങ്ങനെ 2-3 സെക്ഷൻ പേരിട്ടു. കുറച്ച് പിന്നെ ചോദിച്ചു എത്ര എമൗണ്ട് വേണം, അങ്ങനെ ചോദിച്ചു. അപ്പോൾ പ്രീ അപ്രൂവൽ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ ഒരു $50,000 അങ്ങ് ഇട്ടു. അതിൻ്റെ അടുത്ത മെസ്സേജ് എനിക്ക് വന്നത് ലോൺ ഹാസ് ബിൻ അപ്രൂവ്ഡ്. എൻ്റെ ലോൺ അപ്രൂവായി. 10,000 പോലും എനിക്ക് തരാൻ ബാങ്ക് ഇല്ലാത്ത സമയത്ത് എവിടെയോ ഞാൻ പോലും കേൾക്കാത്തൊരു ബാങ്ക്, കസ്റ്റമേഴ്സ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക്, എനിക്ക് $50,000 പറവു. അപ്പോൾ ഞാൻ പിന്നെ വെച്ചു ഇത് ചുമ്മാ കളിപ്പീരല്ലോ ആയിരിക്കും, നാളെ ഇനി അവരെന്തെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടീഷനായിട്ട് വരും. പക്ഷേ പിറ്റേ ദിവസം എൻ്റെ ബാങ്കിൽ $50,000 ഡെബിറ്റായി കിടക്കുന്നു. അതായത് എനിക്ക് ബാങ്കിൽ $50,000 കിട്ടി. ഞാൻ ആ പൈസ, അത് വലിയൊരു അത്ഭുതമായിരുന്നു. 14-ാം തീയതി എൻ്റെ ലാസ്റ്റ് ഡേറ്റാണ്. 13 അപ്പോൾ അതുതന്നെ 15-ാം തീയതി ലാസ്റ്റ് ചെയ്ത് 16-ാം തീയതി രാവിലെ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നു. ഞാനത് വീഡിയോയും ചെയ്തു. അതും എൻ്റെ ഈ ഉടമ്പടിയിലൂടെ എനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിന് മാതാവിനോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി വരുമ്പോഴാണ് എനിക്ക് പത്രങ്ങൾ കിട്ടിയത്. ഈ ഒരു വർഷത്തെ NRI ആയതുകൊണ്ട്, ഒരു വർഷത്തെ ഉടമ്പടി ആയതുകൊണ്ട് നമുക്ക് ആ പത്രങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമില്ല ഞാൻ എങ്ങനെ ഈ പത്രങ്ങൾ കൊടുക്കുന്നുള്ളത്. പക്ഷേ വിശ്വാസമുണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യണം ഒരു ചമ്മലുണ്ടായിരുന്നു, എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ അമ്മ വീട് കോന്നിയിലാണ്, പത്തനംതിട്ട. അപ്പോൾ ഞാനുമായിട്ട് ഞാൻ ആ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് പോയി.
അവിടെ ചെന്നപ്പോൾ താഴെ എനിക്കറിയത്തില്ല, അപ്പോൾ ഒരാൾ സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ ചെപ്പോൾ, സാറേ എനിക്ക് ഞാൻ അകത്തോട്ടൊന്ന് കയറാം, ഞാനൊന്ന് കാണാൻ, ആരെങ്കിലും അകത്തുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ആരുമില്ല. പിന്നെ എന്താണ് അകത്തോട്ട് പോകുന്നത്? അല്ല ഒന്ന് ജസ്റ്റ് അതുള്ള രോഗികളൊന്ന് കാണണമെന്നൊരു ഇതിൽ അങ്ങനെ ഒന്നും അകത്ത്. അപ്പോൾ അയാൾ ഉത്തരം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി ചോദിച്ചാൽ എനിക്ക് എന്നെ തല്ലിയിട്ടേ വിടുന്നുള്ള ആ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം. എന്നാലും ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ഞാൻ ഒന്ന് വെച്ച് ഒന്നുകൂടെ ചോദിച്ചേക്കാം, ഏതായാലും ഈ പത്രം കൊടുക്കേണ്ടിയല്ലേ, കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ ഞാനകത്ത് അയാൾ പുള്ളി പറഞ്ഞു ശരി എന്നാൽ പോയിട്ട് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. എന്തിനാ പോകുന്നത്? പിന്നെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാന്ന് പറഞ്ഞു. പോയിട്ട് ഞാൻ അകത്ത് കയറി. എന്ത് ചെയ്യണമെന്ന് എനിക്കത്തില്ല. എന്തായാലും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മയും ഞാനും കൂടെ അകത്ത് കയറി. ഞങ്ങൾ ഈ പത്രങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കിട്ടി, കാരണം ഒരു വർഷത്തോടെ പണിയാണ്. അപ്പോൾ എങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓരോ പത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കറിയത്തില്ല, അരമണിക്കൂറാണോ 3/4 മണിക്കൂർ എൻ്റെ പത്രങ്ങളൊക്കെ തീർന്നു. എങ്ങനെ ആർക്ക് എപ്പം കൊടുത്തു എങ്ങനെ കൊടുത്തു എനിക്കൊരു പിടിയില്ല. ഇങ്ങോട്ട് വന്ന ആൾക്കാർ വന്ന് എൻ്റെ പത്രങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ബാഗ് എൻ്റെ ബാക്കിയാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അമേരിക്കയിൽ തിരിച്ചു പോയി, എനിക്ക് അവിടെ ആൾക്കാർക്ക് കൊടുക്കണ്ടേ, ഇനി എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് എന്നെ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ആ പത്രങ്ങളെല്ലാം ആൾക്കാരിനെ കൊണ്ടുപോയി. എനിക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അങ്ങനെ സഹായിക്കാനും പറ്റി, പത്രങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു ബാഗ് എൻ്റെ ബാക്കിയുണ്ടായിരുന്നു. ആ പത്രങ്ങൾ ഞാൻ US പോയിട്ട് അവിടെ പള്ളിയിലും അറിയുന്നവരും അറിയാത്തവർക്കും അവർക്ക് ഞാൻ ഓരോ പത്രങ്ങൾ വെച്ച് ഓരോരുത്തർക്കും അത് കൊടുത്ത് തീർത്തു. ഇനി ഞാൻ ഈ പ്രാവശ്യം ഞാൻ വന്നു, എനിക്ക് ഉടമ്പടി പുതുക്കി എനിക്ക് പുതുതായിട്ട് പത്രങ്ങൾ കിട്ടുന്നുണ്ട്. അതെനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ മനസ്സറിഞ്ഞ് എല്ലാവർക്കും പോയി കൊടുക്കുമെന്ന് എനിക്ക് വിശ്വാസം, എല്ലാവർക്കും ഞാൻ കൊടുക്കും. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെയൊന്നും ഹോസ്പിറ്റലിൽ കയറി പോകാനോ സഹായിക്കാനോ ഒന്നും പറ്റില്ല. എന്നാൽ ഞാൻ ഈ ഉടമ്പടിയിലെ നിബന്ധനമായതുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളൊരു പ്രയാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ ഈ ജോലി ചെയ്യുന്ന കമ്പനി ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു 57 സ്ട്രീറ്റ് എന്ന് പറയും. അതൊരു ബില്യണിയർ സ്ട്രീറ്റാണ്, ടൂറിസ്റ്റൊക്കെ വരുന്നൊരു സ്ട്രീറ്റാണ്. അവിടെ എപ്പോഴും പോലീസ് റൗണ്ടപ്പ് ഉള്ള സമയമാണ്. അപ്പം അവിടെ അങ്ങനെയൊന്നും ബെഗേഴ്സോ അങ്ങനെയൊന്നും അവിടെ കാണത്തില്ല. അതിശയം പറഞ്ഞാൽ മതി, ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസ് ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു സൈഡിൽ ഒത്തിരി പ്രായമുള്ള സ്ത്രീ വന്നവിടെ അവിടെ അടുത്ത് നടന്നു പോകാൻ പോലും പറ്റില്ല. പക്ഷേ എനിക്ക് അവരെ സഹായിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും എനിക്കതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. എനിക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ഒരു വഴിയില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് മാതാവ് എനിക്ക് കൊണ്ടുവന്ന ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മനസ്സിലത് തോന്നി. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം ജോലിക്ക് വരുമ്പം എനിക്ക് എന്ത് ഫുഡ് മേടിക്കുന്നു അതേപോലെ അതേ ഒരു പങ്ക് ഞാൻ അവർക്കും വേറെ സെയിം അതന്നെ എന്തും എനിക്ക് മേടിച്ചാൽ അത് അവർക്ക് കൊണ്ട് കൊടുക്കുകയും പോകും വരുമ്പോൾ ഞാൻ അത് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അത്രയെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അത് കുറച്ച് മാസങ്ങൾ അങ്ങനെ നീണ്ടിരിക്കുമ്പോൾ സമയത്താണ് വേറൊരു മലയാളി ഫാമിലി എനിക്ക് അറിയാൻ അവരുടെ ത്രൂ എനിക്കൊരു വേറെ കമ്പനി അവിടെ മീൽസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു കമ്പനി അറിയാനിട. അവരായിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തു. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കുറേ ഈ പ്രായമായ ആൾക്കാർ അവർക്ക് ഫുഡ് ഡെലിവർ ചെയ്യുന്ന ഒരു സോഷ്യൽ സർവീസാണ്. അതായത് ഞാനിപ്പം ചെയ്യുന്ന 5-6 ഫാമിലികൾക്ക് ഞാൻ പോയി ഫുഡ് ഡെലിവറി. അതായത് ഇവർ പാവങ്ങളൊന്നുമല്ല, നല്ല വീടുകളും ഒത്തിരി പൈസയും കാര്യങ്ങളും. പക്ഷേ അവർക്ക് കൂടുതലും ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളത് പ്രായമുള്ളവർ അവരുടെ മക്കൾ അവരെ വിട്ടിട്ട് പോയി, പിന്നെ അവരെ നോക്കാൻ ആരുമില്ല, അവർ ഒറ്റയ്ക്കാണ് വീട്ടിൽ. ചിലർക്ക് രോഗമാണ്, ചില ഭാര്യയെ വിട്ടാൽ ഭർത്താവ് വിട്ടുപോയി, ഒറ്റയ്ക്കാണ് താമസം, സംസാരിക്കാൻ ആരില്ല. അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് ഈ കമ്പനിയിൽ. അപ്പോൾ എനിക്കൊരു ചാൻസ് ആയിട്ട് നോക്കി ഞാൻ അവരോട് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് ജോലി സമയത്ത് വെള്ളിയാഴ്ച എനിക്ക് രാവിലെ കൂടുതൽ മീറ്റിങ്സ് ഒന്നും കാണാനില്ല കമ്പനിയിൽ. അപ്പം ആ സമയം നോക്കി ഞാൻ 12 മുമ്പേ അവർക്ക് ഫുഡ് ഡെലിവറി ചെയ്യണം. അപ്പം ഞാൻ ഇവരെ ടൈപ്പ് ചെയ്ത് ഒരു 5-6 ഫാമിലി ഇങ്ങനെ എഫക്റ്റഡ് ആയ ഫാമിലി ആയിട്ട് അവരുടെ ടൈപ്പ് ചെയ്ത് ഞാൻ പോയി അവരുടെ വീട്ടുകളിൽ പോയിട്ട് ഞാൻ അവർക്ക് വേണ്ടിയ ഫുഡുകൾ ഞാൻ അവിടെ ഡെലിവറി ചെയ്യും. അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എനിക്ക് ആ സ്ത്രീയെ കാണാൻ, ആ സ്ത്രീയും അവിടെ നിന്ന് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം എല്ലാം കണക്റ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ചെയ്യുന്നു. അതുമല്ല എന്നിട്ട് വേറെ കാര്യം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് വഴി എനിക്ക് ചില ഓൺലൈനും ഞാൻ ഇങ്ങനെ ഫിനാൻഷ്യലി സഹായിക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞായിരുന്നു ഇവിടെ ഒരാൾ ഒരു ഫാമിലി അവർക്ക് മെൻ്റലി ചാലഞ്ച്ഡാണ്, ഫിസിക്കലി ചാലഞ്ച്ഡാണ്. അവരുടെ വീട് ചോരുന്നുണ്ട്. അവർക്ക് എന്താ പറയുന്നത് മലയാളത്തിൽ റൂഫില്ല. അപ്പം അവർക്ക് പല തവണയായിട്ട് എനിക്ക് സഹായിക്കുകയും ഞാൻ അവരെ അറിയുന്ന ഫോട്ടോ മാത്രമാണ്, ഞാൻ അവർ അറിയുന്ന പോലെയല്ല എവിടെയാണെന്നൊന്നും അറിയത്തില്ല നല്ലതായിട്ട്. അവർക്ക് ഞാൻ സഹായിക്കും. അവരൊരു വോയിസ് മെസ്സേജ് അയച്ച് പറയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ റൂഫെല്ലാം അവർ മാറ്റിയും അവർക്കിപ്പോൾ ഒരു മഴയൊന്നും വെള്ളമൊന്നും വീട്ടിൽ ചോരുന്നില്ല, എല്ലാം നല്ല തന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ മമ്മിയുടെ ത്രൂ ഞങ്ങളുടെ ബോംബെയിൽ ഞങ്ങൾ അനാഥാശ്രമങ്ങൾ 175ഓളം വരുന്ന ഫിസിക്കലി ചാലഞ്ച് ആൾക്കാർക്ക് അമ്മയുടെ ത്രൂ ഞാൻ അമ്മയുടെ ഫുഡ് അവിടെ കൊണ്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ അവർക്ക് ഫിനാൻഷ്യലി ഫൈനാൻസ് അയച്ചു കൊടുത്തിട്ട് അവരങ്ങനെ പോയി അവരെ സഹായിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ കാരുണ്യ പ്രവർത്തനം ഇതും വരുമല്ലോ, കാരണം ഇപ്പോൾ ഈ പള്ളി കാര്യങ്ങൾ നടക്കുന്നത് ചുമ്മാ നടക്കുന്നവരല്ല. അപ്പോൾ എനിക്ക് ഒരു മനസ്സിൽ തോന്നി, അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു മനസ്സിലൊരു കാര്യം തോന്നി.
ഇവിടെ നോക്കുമ്പോൾ വീൽ ചെയർസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു മെഡിക്കൽ സ്ട്രെച്ചറിൻ്റെ ഒരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരാളോട് സംസാരിച്ച്, ഇവിടുത്തെ ഒരു മാനേജറാണ് സംസാരിച്ച്, മെഡിക്കൽ സ്ട്രെച്ചറിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഞാനൊരു മെഡിക്കൽ സ്ട്രെച്ചർ, നല്ല ടെക്നോളജിയുമായി എക്വിപ്ഡ് ആയുള്ള ഒരു മെഡിക്കൽ സ്ട്രെച്ചർ ഞാൻ അവിടെ നിന്ന് തന്നെ ഇവിടെ ഒരു ഡൊണേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിന് മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ വേറെ എൻ്റെ ശമ്പളത്തിൻ്റെ ഏറ്റവും ഞാൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ, ഞാൻ തീരുമാനമെടുത്ത ഉടമ്പടി സമയത്ത് എത്ര ശമ്പളമല്ല അതിൻ്റെ ഒരു 10% ഞാൻ മാറ്റി വയ്ക്കും. ആ 10% എനിക്ക് എല്ലാ കാരുണ്യ പ്രവർത്തികളും ചെയ്യാനും, അത് ഇതുവരെ എത്ര പ്രശ്നങ്ങൾ, എത്ര കടങ്ങളുണ്ടായാലും ഞാൻ അതിൽ ഒരു രൂപ തൊടത്തില്ല. അത് ഞാൻ ആൾക്കാരെ സഹായിക്കുകയും ഇങ്ങനെ പള്ളിയിൽ സംഭാവന ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ഫുഡ് കൊടുക്കുകയും അങ്ങനെ ചെയ്യുവാനൊക്കെ മാതാവിനിക്ക് അതിനുള്ള മനസ്സും എല്ലാം തന്നതിന് ഞാൻ അമ്മയോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. യെസ്. അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയത്ത് നമ്മൾ ഈ ബൈബിൾ വായന എന്നൊന്നും ഒട്ടുമില്ല. വല്ലപ്പോഴൊക്കെ മമ്മി പറയുമ്പോൾ അച്ഛൻ പറയുമ്പോൾ ഒക്കെ പള്ളിയിൽ പോകുമ്പോൾ സ്കൂളിലൊക്കെ ഞാൻ ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ബൈബിൾ വായിച്ചതേ ഉള്ളൂ, അല്ലാതെ ബൈബിളൊന്നും വല്ലപ്പോഴൊക്കെ വായിക്കുന്നുള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്ത സമയത്ത് അച്ഛൻ പറഞ്ഞ നമ്മുടെ ഒരു നിബന്ധനയാണ് അരമണിക്കൂർ ബൈബിൾ. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ അവിടെ ഇവിടെ ആയിട്ട് വായിക്കാതെ ആ ബൈബിൾ തുടക്കം മുതലേ അങ്ങ് തുടങ്ങും. കാരണം അതൊരു അച്ചീവ്മെൻ്റാണ്. ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് ആ ഫുൾ ബൈബിൾ ഞാൻ വായിച്ച് തീർത്തു. അതെനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. കാരണം സ്പിരിച്വലി എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റി. എനിക്ക് കുറേ ബൈബിൾ പരമായ എനിക്ക് നോളജ് കിട്ടി. കുറേ ഞാൻ നേരത്തെ ഈ നമ്മുടെ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ച് വിടുമായിരുന്നു. നന്മ നിറഞ്ഞ പെട്ടെന്ന് സ്പീഡിൽ വായി. പക്ഷേ നന്മ നിറഞ്ഞ പറയില്ല, അത് കുറേ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ടെന്ന് പിന്നെ അത് അറിയാൻ മനസ്സിലായി. അതായത് അത് ഏഞ്ചൽ ഗബ്രിയേലാണ് ആദ്യം പറഞ്ഞ കാര്യം. അത് ദൈവം പറഞ്ഞ ഏഞ്ചൽ ഗബ്രിയേൽ ത്രൂയും പിന്നെ വിശുദ്ധ എലിസബത്ത് ത്രൂയും പറഞ്ഞ ആ ഒരു നന്മ നിറഞ്ഞ് പറയുമ്പോൾ പ്രാർത്ഥന എന്നുള്ള അത് ഞാൻ ധ്യാനത്തിൽ കേട്ട കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ആ നന്മ നിറഞ്ഞ് പറയുന്നത്. സ്ലോ ആയിട്ട് പറയും, അത് അറിഞ്ഞും വിശ്വസിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചതിനും എല്ലാത്തിനും ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. ഇനിയും എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് നിയോഗങ്ങളുണ്ട്. ഇനി എനിക്ക് സാക്ഷ്യം പറയാൻ ഇടവരുത്തും ഞാൻ അറിയുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് ഞാൻ IT ജോലി ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ഈ വീഡിയോയിലൊക്കെ എഡിറ്റ് ചെയ്യുന്നതും അങ്ങനെ കുറേ കാര്യം അതൊരു ആൾക്കാർക്ക് പ്രസൻറ്റബിൾ ആയ രീതിയിൽ ചെയ്യാൻ അതൊത്തിരി കഷ്ടപ്പാടുണ്ട് അതിൻ്റെ പുറകിൽ. അത് ഞാൻ പ്രത്യേകിച്ച് IT ജോലി ചെയ്യുന്ന എനിക്ക് അതിനെപ്പറ്റി. അപ്പോൾ അവരെ ഞങ്ങളെല്ലാം എന്നെപ്പോലെ എത്രയോ ജനങ്ങൾ ഗ്ലോബലി സെപ്പറേറ്റഡ് ആയിട്ട് അവിടെ താമസിക്കുന്ന അവരെല്ലാവർക്കും ഇവിടുത്തെ ധ്യാനവും സാക്ഷ്യവും കേൾക്കുവാനും അത് ക്യാമറമാനും അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതിന് അവരെല്ലാവരോടും ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. എന്നാൽ അത് വീണില്ല, എന്തെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 25-ാം തിരുവചനമാണ്. ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന പ്രതിരോധവും സംരക്ഷണവും അത് ഉടമ്പടി നമുക്ക് ഉറപ്പ് തരുന്നതാണ്. തൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം പറയുവാനാണ് ഈ മകൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആദ്യത്തെ സാക്ഷ്യത്തിൽ ജോലിയുടെ കാര്യം തന്നെയായിരുന്നു. എന്നാൽ ആ ജോലി ലഭിച്ചതിന് ശേഷം വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. പിന്നീട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ ഈ മകനെ പരിശുദ്ധ അമ്മ തൻ്റെ മകനായിട്ട് ഈശോയോട് മധ്യസ്ഥം വഹിച്ച് തൻ്റെ തിരുക്കുമാരനിലൂടെ ഈ മകന് ഏറ്റവും നല്ല ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. താൻ സീറോയാണ്, തനിക്ക് മെറിറ്റില്ല, എന്നാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രമാണ് ഈ ജോലി ലഭിച്ചതെന്നും അതും കമ്പനിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. അതുപോലെ തന്നെ വീണ്ടും തൻ്റെ കമ്പനിയിൽ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തതിൽ ഒത്തിരി സ്കിൽഡ് എൻജിനീയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ആയിട്ടുള്ള. അവർക്കൊന്നും പരിഹരിക്കാൻ ഒരു 6 മാസമായിട്ട് സാധിക്കാതിരുന്ന ഒരു കാര്യം അമ്മ ഈ മകന് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെ ചെയ്താൽ മതിയില്ലേ എന്നുള്ളത്. അപ്പോഴത് അവരോട് പറയുകയും അതിന് ഒത്തിരിയേറെ അവിടെ അത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അത് തന്നെ അവർക്കൊരു പോസിറ്റീവ് ഒപ്പീനിയനാണ് ഈ മകനെക്കുറിച്ച് അങ്ങനെ വരുന്നത്. വീണ്ടും തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വരുന്ന കാര്യവും അതിനിടയിൽ തൻ്റെ മമ്മിയെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ആ റാലിയിലുടനീളം സംരക്ഷിച്ചത്. ഷുഗറൊക്കെ ഒത്തിരി ഉള്ള ആളാണ്.
എന്നാൽ ആ അവസ്ഥയിലും അമ്മ എങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ റാലി പൂർത്തിയാക്കുവാനും അതിൽ സംബന്ധിച്ച് ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനുമൊക്കെ സാധിച്ചു. അതുപോലെ മറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന അത് എന്ത് പ്രശ്നമായാലും പരിസ്ഥിതിയുടെ മേൽ മൊത്തം സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേൽ അധികാരമുള്ള അമ്മ നമ്മുടെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളിലും എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അത് സസ്പെൻഷനിലേക്ക് വരും എന്നുള്ള ഒരവസ്ഥയിൽ പെട്ടെന്ന് തന്നെ $50,000 എങ്ങനെയാണ് ഈ മകന് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ നിന്നാണ് കിട്ടുന്നത്. അതില്ലായിരുന്നെങ്കിൽ തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ സസ്പെൻഷനിലേക്ക് വരുമായിരുന്നു ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ. അതെല്ലാം ഈ മകൻ പറയുന്നത് ഇതൊക്കെ ഉടമ്പടിയിലൂടെ തന്നെയാണ് തനിക്ക് ലഭിച്ചത്. തൻ്റെ ഇനിയുള്ള ജീവിതം ഉടമ്പടിയുടേതായിരിക്കുമെന്നും ഈ ഉടമ്പടി ആലപ്പുഴ വന്ന് പണി മേടിക്കരുത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്ന ഒരു കാര്യം അത് റിജോ വളരെ പ്രത്യേകമായിട്ട് ഇവിടെ പറഞ്ഞു. അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഈ മകൻ ശ്രമിക്കുന്നുണ്ട്. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ ന്യൂയോർക്കിൽ ചെയ്യുവാനുള്ള സാധ്യതകൾ തേടി നടന്ന് അങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുന്നു. അതുപോലെ ബൈബിൾ വായിക്കുന്നതിനുള്ളൊരു താല്പര്യം, എപ്പോഴെങ്കിലും അല്പം സമയം കുറഞ്ഞു പോയാൽ വീണ്ടും അടുത്ത ദിവസം തന്നെ അതിൽ കൂടുതൽ സമയം കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുന്നു. അങ്ങനെ ജീവിതത്തിലുടനീളം ഉടമ്പടിയുടെ സംരക്ഷണമാണ് തനിക്ക് ലഭിക്കുന്നത്. അമ്മ കൂടെയുണ്ട് എന്നുള്ള ഒരു അവബോധം തനിക്ക് ലഭിക്കുന്നു. പ്രാർത്ഥനയിലൊക്കെ ഒത്തിരിയേറെ ഉയരുവാനായിട്ട് അമ്മ തന്നെ സഹായിച്ചു. അങ്ങനെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്ത് ഉടമ്പടി ജീവിതം നല്ല രീതിയിൽ നയിക്കുന്ന ഈ മകനെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈശോയുടെ ശക്തമായ ഇടപെടലിനും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.